അതൊരു കാരുണ്യ യാത്രയാണ്, ഒരാളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടിക്കറ്റ് ഒന്നുമില്ല, ഇഷ്ടമുള്ള കാശയിലിടാം. കാരുണ്യയാത്ര ചെയ്യുന്നത് നമ്മൾ പേരിലല്ല കാരുണ്യം, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ ഓടുന്നത് അത് അവർക്കുള്ള സ്റ്റാഫിൻ്റെ സാലറി ഒന്നും എടുക്കാണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു അത് അവർക്ക് തന്നെ കൊടുക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊരു കാരുണ്യ യാത്രയാണ്. ഒരു കണ്ടക്ടർക്ക് വേണ്ടിയൊക്കെ ക്യാൻസറാണ് പ്രതികരണം, വേറെ നിർദ്ധരായ കുടുംബമാണ്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ഒന്നും ആരും വാങ്ങുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഹായം കൊടുക്കാം. എനിക്ക് ഏകദേശം ഒരു 10 വർഷം കൊണ്ടറിയാം. ഇദ്ദേഹം അശ്വിനി ബസ്സിലെ കണ്ടതാക്കാണ്. വേറെ ഒരുപാട് ബസ്സുകളിൽ പോയിട്ടുണ്ട്, ആറ്റയിൽ ഒരുപാട് ബസ്സിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത സമയത്താണ് അറിയുന്നത്. നമസ്കാരം, ഇത് ദേവിക ബസ്സാണ്. ദേവിക ബസ് ഇന്നൊരു കാരുണ്യ യാത്ര നടത്തുകയാണ്. അതായത് അശ്വിനി ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്ന ബൈജുവിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനൊരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ എത്തപ്പോഴത്തേക്കാണ് ക്യാൻസർ ഉള്ള കാര്യം കൂടി സ്ഥിരീകരിച്ചത്. നിർധനായ കുടുംബമാണ്, 3 പിഞ്ചു കുട്ടികളുണ്ട്, ചികിത്സയ്ക്കൊന്നും യാതൊരു നിവൃത്തിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ദേവിക ബസ് ഈ പറയുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ബൈജുവിന് വേണ്ടിയിട്ട് കാരുണ്യ യാത്ര. ഇന്ന് ഈ ബസ് ഓടുന്ന കാശ് മുഴുവൻ ഈ പറയുന്ന ബൈജുവിൻ്റെ ചികിത്സാ ഫണ്ടിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് ആരും വാങ്ങുന്നില്ല, സംഭാവന മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഇതൊരു കാരുണ്യ യാത്രയാണ്, ഒരാളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ടിക്കറ്റിൻ്റെ കാശ് ആരും വാങ്ങുന്നില്ല. ചേച്ചി, ഇതൊരു കാരുണ്യ യാത്രയാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ ഒന്നും വാങ്ങുന്നില്ല, നിങ്ങളുടെ സംഭാവന എന്തെങ്കിലും കൊടുത്താൽ മതി. ശരി. ഇതൊരു കാരുണ്യ യാത്രയാണ്. ഒരു കണ്ടക്ടർക്ക് വേണ്ടിയൊക്കെ ക്യാൻസറാണ് പ്രതികരണം, വേറെ നിർദ്ധരായ കുടുംബമാണ്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ഒന്നും ആരും വാങ്ങുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഹായം കൊടുക്കാം. ചേച്ചിയുടെ വലിയ മനസ്സിൽ നന്ദി. ചേട്ടാ, ഒരു കാരുണ്യ യാത്ര അറിയാലോ. ഈ പറയുന്ന കണ്ടക്ടർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു ക്യാൻസറാണ്, ചികിത്സിക്കാൻ നേരം കാശില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ള സംഭാവന കൊടുത്താൽ. ഓക്കെ ചേച്ചി, ഇതൊരു കാരുണ്യ യാത്രയാണ്. ഒരു ബസ് കണ്ടക്ടറുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ്. ടിക്കറ്റ് ഒന്നും ആർക്കും കൊടുക്കുന്നില്ല, ഇഷ്ടമുള്ള സംഭാവന ചെയ്യാം. അപ്പോൾ ഇതൊരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഷാക്കിറെ, ഈ പിന്നെ കണ്ടക്ടർ എത്ര കാലമായിട്ട് അറിയാം? ഈ കണ്ടതാക്കിന് എനിക്ക് ഏകദേശം ഒരു 10 വർഷം കൊണ്ടറിയാം. ഇദ്ദേഹം അശ്വിനി ബസ്സിലെ കണ്ടതാക്കാണ്. വേറെ ഒരുപാട് ബസ്സുകളിൽ പോയിട്ടുണ്ട്, ആറ്റയിൽ ഒരുപാട് ബസ്സിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത സമയത്താണ് അറിയുന്നത്. എൻ്റെ നമ്പർ ആര് കൊടുത്തെന്ന് അറിയത്തില്ല. ഞാൻ ഒരു INTCയുടെ പ്രൈവറ്റ് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ എൻ്റെ നമ്പർ ആര് കൊടുത്തെന്ന് അറിയത്തില്ല. വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഭർത്താവ് കണക്ക് ഒരു സൈഡ് മൊത്തം സ്തംഭിച്ച് സ്റ്റോക്ക് കിടക്കുകയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയപ്പോൾ ക്യാൻസറിൻ്റെ അസുഖമാണെന്ന് അറിയപ്പെട്ട്, ബ്ലഡ് ക്യാൻസറും കൂടെയാണ് എന്നറിയപ്പെട്ട്, ആഹാരം കഴിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് നമ്മളെ ഈ ബസ്സിൻ്റെ മുതലാളിന, ദേവിക ബസ്സിൻ്റെ മുതലാളിന ഡോക്ടർ ആണ്, പുള്ളി ഡോക്ടറാണ്, അധ്യാപകനും കൂടെയാണ്. പുള്ളീനെ വിളിച്ച് ഞാൻ കാര്യം സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ധൈര്യമായിട്ട് ഓടിക്കോ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഓടിക്കോ, 3 പൊടി കുഞ്ഞുങ്ങളാണുള്ളത്, ഒരു ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് വണ്ടി ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ബസ്സിന് കാരുണ്യ യാത്ര ഓടി. ഇന്ന് ഓടി കിട്ടുന്ന പൈസ മുഴുവൻ ആ കുടുംബത്തിന് അവരുടെ അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ന് ഓടുന്ന ഫുള്ള് കളക്ഷൻ നമ്മൾ ഏൽപ്പിക്കും. രാവിലെ ആരാ ഉദ്ഘാടനം ചെയ്തത്? രാവിലെ ഉദ്ഘാടനം ചെയ്ത് അനൂപ്. ആറ്റിങ്ങൽ ഉദ്ഘാടനം ചെയ്ത് MP ആയിരുന്നു. അപ്പോൾ MPക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാണ് വിട്ടു ആറ്റിങ്ങൽ കൊടുക്കണം. എന്തായാലും ഇന്ന് ഓടുന്ന മൊത്തം കളക്ഷൻ. ഡീസലിൽ നിങ്ങൾ ആശയം പോകുന്നത്? ഡീസലിന് നമ്മൾ ആശ പോകും. നിങ്ങളുടെ ശമ്പളം? നമുക്ക് ശമ്പളമില്ല. ശമ്പളമൊന്നുമില്ല, നമുക്കൊന്നും ശമ്പളമില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ. ചേച്ചി, ഇന്ന് ഇതൊരു കാരുണ്യ യാത്രയാണ്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ആയിരുന്നു വാങ്ങുന്നില്ല, പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്മാനം എടുക്കും, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസമായിട്ട് അറിഞ്ഞുള്ളൂ. സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയതാ. സ്ട്രോക്ക് വന്നിട്ടേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസർ ആണ്. ചേട്ടാ, ബൈജുവിനെ അറിയാമായിരുന്നോ? ഇതിന് വളരെ കാലം മുമ്പേ അറിയാം. ഞാൻ കണ്ടക്ടറായിട്ടൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ക്ലീനറായിട്ട് ജോലി ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ താമസിക്കുന്ന വെഞ്ഞാറടുത്ത് വേളാവൂരിന് ആണ് ഈ പയ്യൻ്റെ. വളരെ നിർത്തരായ കുടുംബം, പറക്കാൻ പറ്റാത്ത കുട്ടികളാണ്. ഈ പയ്യൻ്റെ കൂടെ ആശ്രയിച്ച് മാത്രമാണ് ആ കുടുംബം കഴിഞ്ഞു പോയത്. ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പൊടി കുഞ്ഞുങ്ങളല്ലേ? അതെ, പൊടി കുഞ്ഞുങ്ങളാണ്. 4 ഉണ്ട്. ആകെ ഒരു ആശ്രയം ഇദ്ദേഹമായിരുന്നല്ലോ വീട്ടിൽ. അവൻ്റെ ഒരു ഒറ്റ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞ് പോയത്. അത് വളരെ
ഇപ്പോൾ ഇവർ ഈ കാണിക്കുന്ന വളരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവും. അതെ, അവർ ശമ്പളം പോലും കളഞ്ഞ് കഴിഞ്ഞ ഡീസൽ മേടിച്ചിട്ടില്ലേ, നമ്മളും ഇതിൽ പങ്കാളികളാവും. നമ്മളെല്ലാവരും ജോലിക്കാരായതുകൊണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഇതിൽ ഒരു ഭാഗം മാത്രമേ അവനും ബൈക്കിന് കൊടുത്ത് സഹായിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പോൾ മറ്റുള്ള ബസ് ഓണേഴ്സുകൂടെ ഇതിനോട് സഹകരിച്ചെങ്കിൽ അവന് കുറച്ചുകൂടി ആശ്വാസമായിരിക്കും. അങ്ങനെ മനസ്സുള്ളവർ മുമ്പോട്ട് വന്നാൽ കൊള്ളാമായിരിക്കും. ശരി, ഇതെങ്ങനെ അസുഖങ്ങളൊക്കെ ആക്കുകൂടെ പോണോ വരാം അല്ലേ? അതെ അതെ അതെ, എപ്പോഴും വരാം. നമുക്കെല്ലാവരും ഓരോരുത്തർക്കും വരുമാനം. ദേവിക ബസിന്റെ ഓണർ ഇപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഈ ഒരു ബൈക്കിന്റെ വിഷയം ശ്രദ്ധപ്പെടുത്തിയത് ആരാണ്? ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയത് എൻ്റെ ബിസിൻ്റെ സ്റ്റാഫായ ഷാക്കറാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനല്ലേ, അപ്പോൾ അവർ കാരുണ്യം എന്ന നിലയിൽ അവരുടെ സഹായം എന്ന നിലയിലാണ് ഇത് അപ്പം തന്നെ ഏറ്റവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കാരുണ്യയാത്ര ചെയ്യുന്നത് നമ്മൾ പേരിലല്ല കാരുണ്യം, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ ഓടുന്നത് അത് അവർക്കുള്ള സ്റ്റാഫിൻ്റെ സാലറി ഒന്നും എടുക്കാണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു അത് അവർക്ക് തന്നെ കൊടുക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യുന്ന പരമാവധി സഹായം ചെയ്യുക എന്നുള്ളതാണ്, അല്ലാണ്ട് വേറെ യാതൊരുവിധ ദുരുദ്ദേശവും ഇതിനകത്തില്ല. മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഞാൻ ആൾറെഡി തന്നെ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ ഇടപെടൽ മുതൽ അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകനാണ്. അതിനാൽ ചെയ്യുന്ന സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മാത്രമല്ല അവരെ ഒരു ദിവസം ശമ്പളം ഇല്ലല്ലോ. അല്ല, അതെ അതെ, അത് അവർ തന്നെ വലിയൊരു കാര്യമാണ്. തുച്ഛമായ ശമ്പളം ജോലി ചെയ്യുമ്പോൾ അവരത് ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ സ്വയമായി എന്തെങ്കിലും ചെയ്യണം. അതെ അതെ. അത് മാത്രമല്ല ഇതൊരു മാതൃകയും കൂടെ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പാവത്തിന് ചികിത്സയ്ക്കുള്ള കാശ് സ്വരൂപിക്കാൻ പറ്റും. ഉറപ്പായിട്ടും ചെയ്യണം. കാരണം നമുക്ക് മാത്രമല്ല അവരെ സഹായിക്കാൻ പറ്റും, വേറെ സഹായിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഫീൽഡിൽ നിന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഇതൊരു മാതൃകയാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു കാരുണ്യ യാത്രയാണ്. ഒരു കണ്ടക്ടറുടെ ക്യാൻസറാണ് പുള്ളിക്ക്. അപ്പോൾ ഇന്ന് ടിക്കറ്റൊന്നുമില്ല, ഇഷ്ടമുള്ള സംഭാവന ഇടാ അതിനകത്ത്. മോട്ടോട് ഇട്ടോട്. ഇതൊരു കാരുണ്യ യാത്രയാണ്. ടിക്കറ്റ് ഒന്നും വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭാവന ഇതിലിടാം. നിങ്ങൾക്ക് ഭാഗമല്ല കേട്ടാ, നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ. കാരുണ്യ യാത്രയാണ് അമ്മ. അതൊരു കാരുണ്യ യാത്രയാണ്, ഒരാളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടിക്കറ്റ് ഒന്നുമില്ല, ഇഷ്ടമുള്ള കാശയിലിടാം. എല്ലാവരും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് എത്ര അഭിനന്ദിച്ചാലും ഈ ബസ്സിൻ്റെ ജീവനക്കാരെയും അതിൻ്റെ ഓണറേയും എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അവരുടെ ഡീസൽ ചിലവ്, ഇവരുടെ ശമ്പളം എല്ലാം ഉപേക്ഷിച്ചാണ് ഇവർ ഈ ഇങ്ങനെ ഈ ഒരു നല്ല കാര്യം ചെയ്യുന്നത്. ഇവരൊക്കെ എക്സ്പീരിയൻസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇവർ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിക.